അടിപൊളി കളി, നല്ല കളി. അവർ പിടിച്ച് കളിച്ചു. 10 വരെ വെച്ചാണെങ്കിൽ അവർ പൊരുതി. അതാണ് വേണ്ടത്. തിരിച്ചു വരും ഒരു പക്ഷെ ജയിച്ചിരുന്നു. നല്ല കളിയാണ് കളിച്ചു വന്നത്. പിന്നെ സാഹചര്യം കൊണ്ട് കുഴപ്പമില്ല. തിരിച്ചു വരും. തിരിച്ചു വരവാണ്. എന്താണ് തിരിച്ചു വരവ്? കുഴപ്പമില്ലായിരുന്നു. നല്ല കളിയല്ല. നല്ല കളി തന്നെയായിരുന്നു. ഉറപ്പായിട്ടും ജയിച്ചേനെ. കളി ജയിച്ചേനെ. ഐമൻ ഡോങ്ലിംഗ് ഒക്കെ കുറച്ചുകൂടെ മെച്യൂരിറ്റി കാണിക്കണം. ഇങ്ങനെ ഇത്രയും നമ്മൾ കംബാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് നമുക്ക് 3 പോയിന്റ് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സമയത്ത് കുറച്ച് മെച്യൂരിറ്റി കാണിക്കണം പ്ലേയേഴ്സ്. നന്നായി കളിച്ചില്ല. എല്ലാ കളിയും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ബാഡ് ലക്ക് പരിപാടി അതൊക്കെയാണ്. തിരിച്ചുവരവായിരുന്നു. കഴിഞ്ഞ 2 കളി കംബാക്ക് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ബ്ലാസ്റ്റേഴ്സിനേക്കാളും നല്ലൊരു ടീം ISL കളിക്കുന്നില്ലെന്ന്. ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ടീം, സ്കോഡ് കൊണ്ടും പ്ലേയിങ് സ്റ്റൈൽ എല്ലാം വെച്ചിട്ട്. പക്ഷേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊന്ന് പരിഹരിച്ചാൽ മതി. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസും പരിഹരിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ ടീം അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. നോവാ സദോയാണ് മെയിനായിട്ട് കളിച്ചത്. നോവാ സദോയ് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് വെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയാണ്. ഇപ്പോൾ 0-0 പിരിയേണ്ടി വന്നു. റഫറി മറ്റേ ഐബന് റെഡ് കാർഡ് കൊടുത്തു. പക്ഷേ ക്ലിയർ ആയിട്ടുള്ളൊരു ഫൗളാണ് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് വന്നത്. ഡയറക്റ്റ് 1 മാൻ. പക്ഷെ അതിന് യെല്ലോ കാർഡാണ് കൊടുത്തത്. ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഒരു സങ്കടം. അടുത്ത പൊളിക്കുന്നവ അടുത്ത കളി തിരിച്ചു വരും. അടുത്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഫസ്റ്റ് ഹാഫിൽ നല്ല കളിയായിരുന്നു. പിന്നെ നോർത്ത് ഈസ്റ്റ് നല്ലോണം കളിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഗോൾ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സ് പിന്നെ 1-2 ലാസ്റ്റ് ചാൻസ് കിട്ടി. അത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ അവർ ഫോർവേഡ്സ് അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അടിക്കാൻ പറ്റിയില്ല, സ്കോർ ചെയ്യാൻ പറ്റിയില്ല. റെഡ് കാർഡ് കിട്ടിയോണ്ടാണ് ഇവർ ബാക്സ് ആയിട്ട് കളിച്ചത്. 9 പേര് കളിച്ചത്. 9 പേര് ബാക്സ് ആയിട്ട് കളിച്ചത്. പിന്നെ വളരെ 9 പേര് വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഡിഫൻസ് വെച്ച് കളിച്ചും ചെയ്ത് ഗോൾലെസ്സുമാണ്. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കളിച്ചിട്ടുണ്ട് അവർ. ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല കളിയായിരുന്നു. കാരണം വെച്ചാൽ 9 പേരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. ഒരാൾ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയി. എന്നാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. എൻ്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. പൊരുതി വിജയനാവും. ഇതൊരു വിജയം തന്നെയാണ്. സമനിലയേക്കാൾ വിജയം തന്നെ പറയാം. 10 പേരെ വെച്ചിട്ട് ഇത്തരത്തിലൊരു പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നല്ല കളിയായിരുന്നു. റെഡ് കാർഡ് കളിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചേനെ. കാരണം വെച്ചാൽ നോഹയെ പോലുള്ള ആൾക്കാർ മുമ്പിലുള്ളതുകൊണ്ട് തന്നെ സ്കോറിങ് നടന്നതിന് ലൂണ ഉണ്ടായിരുന്നു. നല്ല കളിയായിരുന്നു എല്ലാവരും. സച്ചിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു ഇന്ന്. പൊതുവേ സച്ചിൻ ചില സമയത്ത് മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു സമയമാണ്. എന്നാൽ ഇതിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. വേറെ വരുമ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ടീമിന് സെറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം ഇപ്പോൾ തന്നെ അവർ നല്ല രീതിയിലേക്ക് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ഒരു സെറ്റ് ബാക്ക് ഉണ്ടായതിനു ശേഷം തിരിച്ചു വരവ് നല്ല രീതിയിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് തന്നെയാണ് ആരാധകരായ ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് നന്നായി കളിക്കുകയും ചെയ്തിരുന്നു. നല്ല കളിയായിരുന്നു. റെഡ് കാർഡ് കിട്ടിയിട്ടും പിടിച്ചു നിന്ന് കുഴപ്പമില്ല. റെഡ് കാർഡ് ഞാൻ ജയിക്കായിരുന്നു. നമ്മൾ ഫുൾ കളി ഡിഫെൻസീവ് ആയി പോയി റെഡ് കാർഡ് കിട്ടിയപ്പോഴേക്കും. ഉറപ്പായിട്ടും. കാരണം നമ്മൾ മുമ്പത്തെ ആഴ്ച കമ്പയർ ചെയ്യുമ്പോൾ പണ്ടത്തെ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരുന്നല്ലോ. ഇപ്പോൾ ടീം സെറ്റാണ്. നമ്മളെ പുതിയ ഫോറിൻ പ്ലെയറും വന്നിട്ടുണ്ട്. സച്ചിൻ സുരേഷ് ശരിക്കും പറയാം നല്ല നന്നായിട്ട് പെർഫോം ചെയ്തു. സച്ചിൻ സുരേഷ് നമുക്ക് കുറേ ചാൻസ് അവൻ സേവ് ചെയ്തു. പുള്ളിയുടെ ബർത്ത്ഡേ ആയിട്ട് നന്നായിട്ട് കളിച്ചു പുള്ളി. നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറേ ചാൻസ് ഉണ്ടാക്കി. ബട്ട് എന്താ പറയുക, അൺലക്കി. വളരെ നന്നായിരുന്നു മാച്ച്. സച്ചിൻ്റെ പെർഫോമൻസ് പ്രത്യേകം പറയേണ്ടതാണ്. 1 vs 1 സിറ്റുവേഷനിലുണ്ടാകുക സേവ്, അതാണ് കളിയുടെ ഗതി മാറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കൂടുതൽ ഗോൾ വാങ്ങിയിട്ട് തോക്കുമായിരുന്നു. പ്രശ്നമായത് വിജയത്തിന് തടസ്സമായി എന്നത് റെഡ് കാർഡാണ്. കുഴപ്പമില്ല. ഇത്തിരി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. പക്ഷേ പൊരുതി നേടി. അത് ഞാൻ അപ്ലോസ് ചെയ്യണം. അത്രേ ഉള്ളൂ. തിരിച്ചു വരാൻ ചാൻസ് കുറവാ. പക്ഷേ ഹോപ്പ് ചെയ്യാം. ബ്ലാസ്റ്റേഴ്സ് അല്ലേ? ഞങ്ങളെ നോർത്ത് ഈസ്റ്റിൻ്റെ കുഴപ്പമില്ല. നല്ല കളിച്ചായിരുന്നു. എന്നാ മലയാളല്ലേ ശരിക്കും? എന്നാണ് ആസാമിയ. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ കളിയിൽ വിചാരിച്ച് ജയിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഈ കളിയിൽ വിചാരിച്ച് നമ്മൾ ജയിച്ചില്ല. നമ്മൾ പ്രതീക്ഷയില്ല റെഡ് കാർഡ്. പക്ഷെ അത് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയില്ലെങ്കിൽ ഐബൻ്റെ അടിപൊളി കളിയായിരുന്നു. ഐബൻ കിട്ടിയായിരുന്നു. ഐബൻ ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ വെച്ച്. കുഴപ്പമില്ല. അടിപൊളി പ്ലെയർ. സച്ചിൻ്റെ കുഴപ്പമുണ്ടായില്ല. ഇന്നത്തെ പ്രകടനം അടിപൊളി. പിന്നെ പുള്ളിയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അത് അടിപൊളിയാണ്. നല്ല കളിയായിരുന്നു. ബട്ട് റെഡ് കാർഡിൻ്റെ ആവശ്യമില്ലായിരുന്നു.
റെഡ് കാർഡ് വന്നുകൊണ്ട് മാത്രമാണ് ക്രോസിങ് റൈറ്റ് ബാക്ക് ഇറങ്ങിയത്. റൈറ്റ് ബാക്ക് ഇറങ്ങിയോണ്ട് അറ്റാക്ക് ശരിയായില്ല. ഒരു പക്ഷേ ജയിക്കുമായിരുന്നു. ഒരു പക്ഷേ തീർച്ചയായിട്ടും ജയിച്ചേനെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ 10 കൊല്ലം കഴിയുമ്പോഴും ഇനിയെങ്കിലും അടുത്ത കൊല്ലമെങ്കിലും വാർ സിസ്റ്റം വരുമോ എന്നുള്ളത് ചോദ്യചിഹ്നം നിൽക്കുകയാണ്. കാരണം ഈ റഫറിയുടെ മോശം, ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഹാൻഡ് ബോൾ വന്നു, പക്ഷേ അതൊക്കെ ഒരു ഔട്ടറായിട്ടാണ് വിളിച്ചത്. അതൊക്കെ തീർത്തും മോശകരമായ ഒരു റഫറിങ് ആയിരുന്നു. പ്രതീക്ഷകളുണ്ട്. നല്ലൊരു ബ്ലാസ്റ്റേഴ്സ് ടീമിനെ വീണ്ടും ഇവാനോയ്ക്ക് ഇപ്പോഴും ഒറ്റ ടാറ്റിക്സേ ഉള്ളൂ, അതൊരു പ്രശ്നമാണ്. കിടിലം കളിയായിരുന്നു. പക്ഷേ റെഡ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും ജയിച്ചിട്ടുണ്ടാവും. ഷുവറായിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരിക്കും. ബട്ട് നല്ലൊരു അറ്റാക്ക് ചെയ്ത് ഡിഫെൻസ് ചെയ്ത് പിടിച്ചു തന്നു. താങ്ക് യു. നല്ല കളിയായിരുന്നു. ആഫ്റ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല. സമനില പൊരുതി നേടി. അത് വളരെ മോശമായിരുന്നത്. അത് റെഡ് കാർഡ്, അത് യെല്ലോ കാർഡ് ആയിരുന്നത്. കാരണം അത് റഫറി പോരാ. സൂപ്പർ കളിയായിരുന്നു. സൂപ്പർ കളി മാഷാ അല്ലാഹ്. കളി വളരെ മോശം, വളരെ മോശമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കളി കാണാം കൊള്ളൂല, ചോങ്കളി പോരാ, കളി പോരാ. പൊരുതി നേടിയൊന്നുമില്ല, എവിടെ പൊരുതി ഒന്നുമില്ല. ടീമിന്റെ ഒരു തിരിച്ചറിവാണോ? ഇവര് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാണ് ഞങ്ങള് കളിക്കാൻ. കളിക്ക് വന്നവരാ. ഈ ടീം ഫുള്ള് കേരളത്തിലേക്ക് വേണ്ടി വന്നതാ. അപ്പൊ ഇങ്ങനെ കളി ഉണ്ട് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ കാണാൻ വന്നത്. ഇവിടെ നാളെയും കളിയുണ്ട്, ആ കളിയും വിട്ടിട്ടാണ് ഇത് കാണാൻ വന്നത്. ഇവർക്കൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. സമനിലായിരുന്നല്ലോ. ഇത് റെഡ് കാർഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ജയിക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ജയിക്കില്ലേ? ഇന്നത്തെ കളി കുഴപ്പമില്ല. മോശം പ്രകടനം മാറിയിട്ട് നല്ല പ്രകടനം ഇപ്പോൾ കാഴ്ച വെക്കുന്നില്ല. 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് പോലും നല്ല പ്രകടനം. ഓഫ് കോഴ്സ് ജയിക്കുമായിരുന്നു. ലോബേറ പറയുന്നുണ്ട്. നല്ല കളിയായിരിക്കും. കാരണം നമ്മുടെ ലോബേറ വരുന്ന സമയത്ത് ഹ്യൂഗോ ബോമസ് ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നാൽ മിഡ്ഫീൽഡ് ഒന്നും കൂടി സെറ്റ് ആവും, നല്ല കളിയാവും. കൊള്ളാർന്ന്. ഫസ്റ്റ് ഹാഫില് നമ്മൾ കോടിച്ചെങ്കിൽ അത് ഓഫ് സൈഡ് ആയി പോയി. കിടിലൻ കളി, അടിപൊളി സൂപ്പർ കളി. ജയിക്കായിരുന്നു. അതുകൊണ്ടാണ് നല്ലപോലെ ഡിഫെൻഡ് ചെയ്ത്. ഗോളി അടിപൊളിയായിരുന്നു, നല്ലപോലെ സേവ് ചെയ്തു. അടിപൊളി കളി, അടിപൊളി കളി. ഇനി ഒരാൾ കുറഞ്ഞിട്ടു, കുഴപ്പമില്ല. നല്ലൊരു കാഴ്ചയാണ് പ്രകടിപ്പിച്ചത്. കുഴപ്പമില്ല. റെഡ് കാർഡ് കിട്ടിയിട്ടും ഇതുവരെ സെക്കൻഡ് ഹാഫ് പിടിച്ചത് വളരെ നന്നായിട്ട് പോയി. ജയിക്കാനുള്ള ചാൻസ് പറയാൻ പറ്റില്ല, കളിയല്ലേ, ഫുട്ബോളാണ്. തിരിച്ചറിവാണോന്ന് പറയാൻ പറ്റില്ല, ഇനിയും കളികളുണ്ടല്ലോ. അടിപൊളിയുണ്ട്. അടിപൊളിയായിരുന്നു. സമനില റെഡ് കാരണമാണ്, അതാണ് സംഗതി. എല്ലാം ജയിച്ചായിരുന്നു. പാസ് എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കളി പൊട്ടി. 9 പേരെ ഉണ്ടായുള്ളൂ. റെഡ് കാർഡ് കിട്ടിയോണ്ട് പോയി കളി. റെഡ് കാർഡ് കിട്ടിയോണ്ടാണോ ജയിക്കാൻ പറ്റാൻ? ആണ്. ഭയങ്കര ഊമ്പളായിരുന്നു.